ഹായ് ഫ്രണ്ട്സ്, ഞാൻ PFC മുക്കാണ്. ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥനകൾ കൂടി മാനിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കായി ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഹിന്ദി ഭാഷ സംസാരിക്കാൻ അറിയാത്ത ഓരോ മലയാളിയും ഈ വീഡിയോ നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം നമ്മുടെ രാജ്യം ഇന്ത്യ നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ എന്ന് വെച്ചാൽ പുറത്തു പോയി ജോലി ചെയ്യുന്ന, മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളതും നമ്മുടെ രാജ്യത്ത് നിന്നാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനവുമാണ് നമ്മുടെ കേരളം. ഇതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതാണ്ട് ഇന്ത്യ രാജ്യത്ത് 75% ആൾക്കാരും ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരാണ്. നമ്മുടെ ഭൂരിഭാഗ സംസ്ഥാനങ്ങളും നമുക്കറിയാം ഹിന്ദി സംസ്ഥാനങ്ങളാണ്. പിന്നെ നമ്മുടെ മാതൃഭാഷ, രാജ്യത്തിൻ്റെ മാതൃഭാഷയും ഹിന്ദിയാണ്. ഞാൻ ലോകത്തിൽ പല രാജ്യങ്ങളിൽ സർവീസ് ചെയ്യാനൊക്കെ ഉള്ള ഇട വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ GCC രാഷ്ട്രങ്ങളിൽ നമ്മുടെ മലയാളീസ് അവിടെ വന്ന് നല്ല ഡിഗ്രി ഉള്ളവരാണ്, MBA, BBA, MCom, അവരൊക്കെ അവഹേളിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഭാഷ ഇത്രയും ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കിലുക്കത്തിലെ ജഗതിയെ പോലെയും അല്ലെങ്കിൽ പഞ്ചാബി ഹൗസിലെ നമ്മുടെ ഹരിശ്രീ അശോകനെ പോലെയും ഒക്കെയുള്ള ഹിന്ദിയാണ് ഇവരൊക്കെ അവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പം ഞാനിതൊക്കെ പറയാനുള്ളൊരു കാരണം, നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് കൂടെ അറിയാം എന്നതല്ലാതെ നമ്മൾ ഹിന്ദി ഭാഷ പഠിക്കാത്തത് കൊണ്ട് ഒരുപാട് പേര് അവഹേളിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാനിതൊക്കെ പറയാൻ കാരണം, ഇപ്പം ഈ ഹിന്ദി ഭാഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഒന്നാമത്തെ ഭാഷ നമുക്കറിയാം ഇംഗ്ലീഷാണ്, എല്ലാവരും അംഗീകരിക്കുന്നു. അതുപോലെ എന്നാൽ ഈ ടോപ്പ് ഭാഷയുടെ നമുക്ക് ലോകത്തിൽ എവിടെയെങ്കിലും പോയി സാമൂഹികമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ അവിടെ മെയിനായിട്ട് ഹിന്ദിയാണ്. അതിൽ പല സാഹചര്യങ്ങളും പല കാരണങ്ങളും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ ഈ ഹോട്ടലിൽ നമ്മൾ പുറത്തിറങ്ങി എല്ലാവരും ഭക്ഷണം കഴിക്കും പുറത്തുനിന്ന്. നമുക്ക് സ്റ്റാർ ഹോട്ടലുകൾ, വൻകിട ഹൈ ഹോട്ടലുകളിൽ പോയി അറിയാം ഭക്ഷണമൊക്കെ കിട്ടുമെന്നൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവർക്കും അത് പോസിബിൾ ആണോ? ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ സാധാരണക്കാർക്കെല്ലാം. നമുക്ക് സാധാരണ ഹോട്ടലുകളും തട്ടുകടകളും ഒക്കെയാണ്. ഇതേ ഒരവസ്ഥയാണ് ഭാഷയ്ക്ക്. ഇംഗ്ലീഷ് ഭാഷ ഹൈ സ്റ്റാൻഡേർഡ്, കുറച്ച് ലെവലിലേക്ക് ചെന്നാൽ ഇംഗ്ലീഷ് തന്നെ വേണം. പക്ഷേ കോമൺലി നമ്മൾ വരുമ്പോൾ, ഞാൻ GCC രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ദുബായ് അവിടെയൊക്കെ ജോലി ചെയ്ത വ്യക്തിയാണ്, സൗദി അറേബ്യ, യമൻ, അവിടെയൊക്കെ ജോലി ചെയ്ത വ്യക്തിയാണ്. ഞാൻ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടെ വരുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും മിസ്രീസ് ആയിക്കോട്ടെ, പാകിസ്ഥാനി, ബംഗ്ലാദേശി, ഈജിപ്ഷ്യൻസ് എന്നീ അവർക്കെല്ലാം ഹിന്ദി അത്യാവശ്യം അറിയാം, ഈവൻ അറബിക്ക് വരെ അറിയാം. പക്ഷേ ഇവിടെ നിന്ന് ചെല്ലുന്ന നമ്മുടെ മലയാളീസിന് ഹിന്ദി അറിയത്തില്ല. അതിൻ്റെ പേരിൽ അവൻ ഒരുപാട് പറയുന്നത് അവൻ മുത്തനാണ്, ഇവൻ ഏതോ നാട്ടിൽ കിടന്നവനാണ്, കാരണം സ്വന്തം രാഷ്ട്രഭാഷ അറിയത്തില്ല. ഇല്ലേ, എന്നാലും ശരിയല്ല അവർ പറയുന്നത്. അറബി പറയും അതാ ബദു, അവൻ ഏതോ മുത്തനാണെന്ന് അവർ പറയുന്നത്. അപ്പം അതിനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. അതുപോലെ നമ്മുടെ ഈ നാട്ടിൽ ഇനി നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാം. എന്താ ഇവിടുത്തെ സ്ഥിതി? ഇപ്പം ഇവിടെ കൊണ്ട് ഞാൻ പറയാം, നമ്മുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേജുകൾ ഒഴിച്ചാൽ, അതായത് ഗവൺമെൻറ് ജോബ്സ് കഴിഞ്ഞാൽ ബാക്കി ഏതാണ്ട് എല്ലാ മേഖലകളിലും ഒരു 50-50% മുകളിലുണ്ടെന്നാണ് എൻ്റെ പഠനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹിന്ദി ലേബേഴ്സാണ്. ഇനി ഒരു 2 to 5 yearsനുള്ളിൽ ഈ കേരളത്തിൽ വരാൻ പോകുന്ന സ്ഥിതി നിങ്ങൾക്കറിയാമോ? ഒരു 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഹിന്ദി അറിയാത്ത ഓരോ മലയാളിയും വളരെ ദുഃഖിക്കേണ്ടി വരും. കാരണം നമ്മുടെ ജനറേഷൻസ് എല്ലാം വിദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും തൊഴിലുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഹിന്ദിക്കാർ തന്നെ ഇപ്പോൾ ഉള്ളൂ. ഞാനതുകൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ ഹിന്ദി പഠിക്കുന്നതിനെ പറ്റി യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുക്കളാണ്, ചാക്കോ എന്തുകൊണ്ട് ഈ ഫീൽഡ് നോക്കിക്കൂടാ? ആ ഒരു മാർഗദർശനം, ആ ഒരു നിർദ്ദേശം എനിക്ക് സൂട്ടബിളായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നതും. ഇനി ജെയിംസ് J ഹിന്ദി മിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഞാൻ ഈ സ്ഥാപനത്തിന് ഒരു പേരിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും എൻ്റെ ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ അറിയാൻ ഞാൻ വീഡിയോ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഞാൻ തരും. എൻ്റെ നമ്പർ നിങ്ങൾ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ട ബ്രോഷർ, ഇതര കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നു. പിന്നെ ഞാൻ എന്നെ പറ്റിയും ചെറുതായിട്ട് പരിചയപ്പെടുത്തണമല്ലോ. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലം ഇന്ത്യൻ ആർമിയിൽ സ്പെഷ്യൽ സ്പോർട്സ് കോട്ടയിലാണ് എൻറോൾ ആകുന്നത്. ഞാൻ സ്പോർട്സ് കോട്ടയിൽ ചെന്നതിന് ശേഷം എനിക്ക് ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ എനിക്ക് സ്വിമ്മിങ്, അത്ലറ്റിക്സ് ആൻഡ് വോളിബോൾ, ഇതിൽ ഞാൻ ഇന്ത്യൻ ആർമിയിലെ വലിയ വലിയ ഉയരങ്ങളിൽ കീഴടക്കിയിട്ടുള്ള വ്യക്തിയാണ്, ഈ സർവീസസ് വരെ.
അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് എനിക്കായി ഈ ഒരു ഇയർ മുഴുവൻ, അതായത് ഒരു വർഷത്തിൻ്റെ 4-5 സ്പോർട്സ് ഉള്ളതുകൊണ്ട് ഓൾ ഓവർ ദ ഇന്ത്യ കറങ്ങ് തന്നെയായിരുന്നു ഈ സ്പോർട്സിൻ്റെ പ്രാക്ടീസായിട്ട്. അതുകൊണ്ട് ഒരുപാട് പരിപാടികൾ മിങ്കിൾ ഹിന്ദിയാണ് എനിക്ക് വന്നത്. ഇപ്പോൾ എക്സാമ്പിൾ അച്ചടി ഭാഷ പഠിക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഹിന്ദിയിൽ കാര്യങ്ങളില്ല കേട്ടോ. ഇനി ഞാൻ ആദ്യം പറഞ്ഞാണ്, അതിന് ഉദാഹരണം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു അച്ചടി ഭാഷ പഠിച്ച സാഹിബ് ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അയാൾ മലയാളം പഠിക്കുകയാണ്. ഇംഗ്ലീഷ് സാഹിബ് എല്ലാം മലയാളം പണ്ഡിറ്റ് അവനെ പഠിപ്പിച്ച് കംപ്ലീറ്റ് പറഞ്ഞു, എല്ലാം പഠിപ്പിച്ച് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് മലയാളം നാട്ടിൽ എവിടെയും പോകാം, നിങ്ങൾ കംപ്ലീറ്റ് മലയാളം പഠിച്ചിരിക്കുന്നു. ഈ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ സാഹിബ് കോഴിക്കോട് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നു. ഈ സാഹിബ് അവിടെ നിന്ന് ഒരു ടാക്സിയിൽ പോയിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ടാക്സി ഡ്രൈവർ ചോദിക്കുകയാണ്, ഞാൻ കേട്ടാ പോണ്ടി? അയാൾ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. സാഹിബ് ആകെ നക്ഷത്രം എന്നാണ്, ഇങ്ങനൊരു ഭാഷ മലയാളം മുഴുവൻ പഠിച്ചു എന്ന് പറഞ്ഞ് എന്നോട് അപ്പം ടീച്ചർ പറ്റിക്കായിരുന്നു. അതല്ല, ടീച്ചർ പറ്റിച്ചതല്ലത്. ഇന്ന് കേട്ടാൽ പോണ്ടി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഹിന്ദി പണ്ഡിറ്റ് മുംബൈയിൽ ചെന്നിറങ്ങി ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ ടാക്സിയിൽ കയറിയിരുന്നാൽ കുട്ടേ ജാനാഹ എന്നാ ചോദിക്കുക. ഇവിടെ പോകണമെന്ന് അവർ ചോദിച്ചുള്ളൂ. പക്ഷേ അവിടെ ഹിന്ദി അച്ചടി ഭാഷ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ മിങ്കിൾഡ് ഭാഷയാണ് പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, ഞാൻ ഈ ആർമിയിൽ ചെന്നതിന് ശേഷം പിന്നീട് ഞാൻ അവിടെ നിന്ന് റിട്ടയർഡ് ആയത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഞാൻ പിന്നീട് ഒരു 6 വർഷത്തോളം GCC രാഷ്ട്രങ്ങൾ പല രാജ്യങ്ങളിലും ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി ലീഡറായിട്ട് മാനേജറായിട്ടാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടെയും എല്ലാവരും ഞാൻ ഇത്രയും അനുഭവം പറയാൻ കാരണം അവിടെയൊക്കെ ഉള്ളവർ ഹിന്ദി അറിയാം. ഇനി ഇത് തേർഡ്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം 25 വർഷം 150-ൽ പരം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ പോയി ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിയ വ്യക്തിയാണ് ഞാൻ. ഇതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് PFC മുക്കം, അതായത് എൻ്റെ PF ചാക്കോ എന്നാണ് പേര്, ഷോർട്ട് ഫോമാണ്. ഇങ്ങനെ അടിച്ച് അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതെല്ലാം നിങ്ങൾക്ക് തെളിവായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഇത്രമാത്രം ഹിന്ദിയിലൊരു പ്രാവീണ്യം എന്നെ സംബന്ധിച്ച് വന്നതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഈ ഹിന്ദി പഠിക്കാനൊരു അവസരം ഉണ്ടാക്കണം ചാക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. ഇനി എൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാം. ജാതി മത പ്രായ വർഗ വർണ്ണ ലിംഗഭേദമന്യേ ആർക്കും എൻ്റെ ക്ലാസ്സിൽ ചേർന്ന് ഹിന്ദി പഠിക്കാം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് 2 to 6 മന്താണ് ഒരു ഹിന്ദി പഠിക്കുന്നവർക്ക് വേണ്ട കാലാവധി. അതായത് 2 to 6 മന്ത് മീൻസ് തീർത്തും അനാഡി जो हिंदी का बारे में बिल्कुल ही नहीं आता वो आदमी को 6 आदमी, അതെന്ന് വെച്ചാൽ ഒട്ടും അറിയാത്തവന് 6 മാസം, അല്ല കുറേയൊക്കെ അറിയുന്നവന് 2 to 3 മന്ത്സ് സുഗമമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. ഇതിനായിട്ടുള്ള മാർഗ്ഗം എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്, ഞാൻ ഡയറക്റ്റ് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സുമാണ് ആരംഭിക്കുന്നത്. ഡയറക്റ്റ് ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടവർക്ക് നിങ്ങൾക്കറിയാം താമരശ്ശേരി കൂടത്തായിൽ ദുർഗനഗർ എന്ന് പറയുന്ന അങ്ങാടിയിലാണ് എൻ്റെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ വന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ് എപ്പോൾ എടുക്കാം. അതുപോലെ ഓൺലൈൻ ക്ലാസ്സാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് 2 പേരടങ്ങുന്ന ഒരു ബാച്ച് പറ്റും. 2 to 3, അതായത് 1 മുതൽ 3 ആളടങ്ങുന്ന ഒരു ബാച്ച്, 3 മുതൽ 6 പേരടങ്ങുന്ന ഒരു ബാച്ച്, 6 മുതൽ 5 മുതൽ 7 പേര് ഒരു ബാച്ച്, അങ്ങനെ 3 ബാച്ച്. അതായത് ഒരു മൊബൈൽ സ്ക്രീനിൽ കൊള്ളാവുന്ന 7 പേര് അടങ്ങുന്നതാണ് ഓൺലൈൻ ക്ലാസ്സിന് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പേരടങ്ങുമ്പോൾ ഇതിൻ്റെ ഫീസുകളൊക്കെ വളരെ തുച്ഛമായ ഫീസുകളാണ്. അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർക്കൊക്കെ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം. ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ബ്രോഷർ അടക്കം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുകൂടാതെ ഇനി ഒരു എക്സ്പീരിയൻസ്, ഇത് എല്ലാ ക്ലാസ്സുകൾ പോലെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പട്ടാളക്കാരനാണ്, പ്രൈം മിനിസ്റ്റർ മെഡൽ ഹോൾഡറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ആദ്യം 3 ക്ലാസ് എൻ്റെ വക ഫ്രീ ആണ്. ഏതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമായിട്ട് ധാരണയിലെത്താനാണ്. നിങ്ങൾക്ക് വിശ്വാസം വേണ്ട, അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചാൽ എനിക്ക് ഹിന്ദി പഠിക്കാൻ കഴിയും. അതുപോലെ എനിക്കും മനസ്സിലാകും നിങ്ങൾക്ക് എത്രത്തോളം ഹിന്ദി പഠിക്കാനുള്ള പ്രാപ്തി കൊണ്ടെന്ന് എനിക്ക് പറയണം. അതിനുള്ളൊരു മാർഗ്ഗമാണ് 3 ദിവസത്തെ സൗജന്യ ക്ലാസ്. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം പഠിക്കണമോ വേണ്ടയോ. ഫീസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് ഉറപ്പിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു കേസിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കൊക്കെ എൻ്റെ നമ്പറിൽ വിളിക്കാം. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്: 97 45 670 155. ഇത് വാട്സപ്പോട് കൂടിയ നമ്പറാണ്. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 94 47 65 085 7. ഇത് BSNL നമ്പറാണ്, ഇറ്റ് ഈസ് നോട്ട് വാട്സപ്പ്. അപ്പോൾ ഇത് കോൾ നമ്പറാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇത് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ കൂടുതൽ അറിയാൻ യൂട്യൂബിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, PFC മുക്കം സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവരും കിട്ടാം. പിന്നെ എൻ്റെ മെയിൽ ID pfc.cfn@gmail.com. Okay, thanks.